എൻ്റെ മകളെ കൊന്ന ആരായിരുന്നാലും എനിക്ക് നീതി കിട്ടണം. പാലോട് പെരിങ്ങമല ഇടവം കൊന്നമൂട് ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലെ ശശിധരൻ കാണിയുടെ മകൾ ഇന്ദുജ ഇളവട്ടം സ്വദേശിയായ അഭിജിത്തിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. വിവാഹമെന്ന് പറയാൻ കഴിയില്ല, ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇന്ദുജയുടെ മാതാപിതാക്കൾ പറയുന്നത്. അഭിജിത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് 4 മാസങ്ങളാകുന്നു. എന്നാൽ 2 ദിവസം മുൻപ് അഭിജിത്തിൻ്റെ വീട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഇന്ദുജ തൂങ്ങി മരിച്ചു നിൽക്കുന്ന സംഭവമാണ് പുറത്തു വന്നത്. അതിനുശേഷം അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് അഭിജിത്ത് നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ദുജയുടെ സുഹൃത്തായ അജാസ് ഇന്ദുജയെ ശംഖുമുഖത്ത് കൊണ്ടുപോയി മർദ്ദിക്കുന്നത് താൻ കണ്ടെന്നാണ് അഭിജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് പുറത്തു വരുന്ന വിവരം. അഭിജിത്തിനോടൊപ്പം ഇന്ദുജ ഇറങ്ങിപ്പോയിട്ട് എത്ര മാസമായി? 4 മാസം. 4 മാസം. എങ്ങനെയായിരുന്നു വിവരം അറിഞ്ഞത്? അത് വിവരം അറിഞ്ഞത് ഇവിടെ പഠനം കഴിഞ്ഞിട്ട് അവൾ BSc നേഴ്സിംഗാണ് പഠിച്ചിട്ട്. പഠനം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് ഇവിടെ നിൽക്കണുണ്ട് വൈകിട്ട്. എന്നിട്ട് കാണാനില്ലാത്തതുകൊണ്ട് തിരക്കി ഫോൺ വിളിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് അമ്മാമാരെ വീട്ടിലാണ്. അമ്മാമാരെ വീട്ടിൽ പച്ചമല അമ്മാമാരെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അവർ അമ്മാമേരെ മകൻ എൻ്റെ മോളെ അമ്മാവൻ പറഞ്ഞു ഇവിടെ പറ്റില്ല, എന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ആണ് പറഞ്ഞത്. ഈ പച്ചമലയ്ക്ക് അടുത്താണല്ലോ ഇളവട്ടം. പിന്നെ അഭിജിത്തിനോട് ഒപ്പം പോയ കാര്യം എപ്പോഴാണ് അറിഞ്ഞത്? അത് മകളെ ഞാൻ ഫോണിൽ വിളിച്ചു, സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബന്ധപ്പെടാൻ കഴിയില്ല, നിങ്ങളങ്ങോട്ട് പോയി സഹകരിക്കരുത് എന്നാണ് അഭിജിത്തിൻ്റെ അമ്മയും മകനും പറഞ്ഞത്. പങ്കിളി എന്നാണ് അവരുടെ പേര്, പങ്കിളി എന്നാണ്. പക്ഷേ അവരെ ചോദ്യം ചെയ്തിട്ടില്ല, കാര്യവിവരങ്ങളും തിരക്കിയിട്ടില്ല. ഈ മകള് ഇവിടെ നിന്ന് പോയതിന് ശേഷം എപ്പോഴെങ്കിലും പിന്നീട് അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉപദ്രവം നേരിടുന്നതായോ മറ്റോ മകൾ ആരോടെങ്കിലും പറഞ്ഞതായിട്ടോ താങ്കളെയോ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇവിടെ മകൾ 3 തവണ വന്നിരുന്നു. അത് വന്നതെന്ന് പറഞ്ഞാൽ അവർ 2 പേർക്കും താല്പര്യമാണ്, ജീവിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് വന്നത്. ഇപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? എൻ്റെ മകളെ കൊല ചെയ്തതാണ്, അത്രയും എനിക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അത് RD റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ നിരന്തര ഉപദ്രവം എന്നുള്ള റിസൾട്ട് RD വേറെ പരിശോധന ആണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് നല്ല രീതിയിൽ പോലീസ് അന്വേഷണം ആവശ്യമുണ്ട്. അവരെ നിഗമനത്തിൽ മാത്രമേ ഇതിനൊരു പരിഹാരം, കൊല കുറ്റത്തിന് കേസെടുക്കണം, കൊലയാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടു. അല്ല, ഈ മകൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ അവിടെ ഉപദ്രവം നേരിടുന്നു എന്നുള്ള കാര്യം? എൻ്റെ മകൻ്റെ കൂടെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ശാരീരിക പീഡനം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. മകള് അഭിജിത്തിനോടൊപ്പം പോയതിന് ശേഷം പിന്നീട് അമ്മയെ വിളിച്ചിരുന്നോ? ഇല്ല, പോയില്ല. പിന്നെ അവിടുത്തെ കാര്യമായിട്ട് എന്തോടെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ അമ്മ എന്തറിയണം അങ്ങനെ മാത്രം ചോദിച്ചിട്ടുള്ളൂ.
അതിനെ പറ്റിയൊന്നും എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനോടൊപ്പം പോയതിന് ശേഷം പിന്നെ ഒരു ദിവസം കൂടി ഇവിടെ വന്നിരുന്നല്ലോ. പോയതിന് ശേഷം ഒരു ദിവസം ഇവിടെ വന്നുള്ളൂ. അപ്പോൾ അത് മോള് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാൽ എനിക്ക് ചമച്ചോളൂ, മോള് പെട്ടെന്ന് മരിക്കുമെന്ന് എനിക്ക് ചമച്ചില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കൊന്ന് തെയ്ത് അടിച്ച് കൊന്നെന്നുള്ളൊരു ചമച്ച് കാണിച്ചുണ്ട്. ഇന്ദുജ എന്താണ് പറഞ്ഞത്? എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് അവളെന്നെ ഫോൺ വിളിച്ചിട്ട്, അതായത് ഈ നവംബർ ഒരു ഇടയ്ക്കൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എടാ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കാണുമ്പോഴത്തേക്ക് പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് നമ്മൾ കണ്ടിട്ടില്ല. അതിന് മുന്നായിട്ടാണ് അവൾ വന്നിട്ട് പോയിട്ടാണ് ഈ സംഭവം എൻ്റെ അടുത്ത് പറയണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിച്ചത് വല്ലതാണോ പറഞ്ഞത്? കുറച്ച് ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞുള്ളൂ. വീട്ടിലെത്താ കാര്യം, അവിടുത്തെ കാര്യമാണ്, ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നേരിട്ട് കാണുമ്പോഴത്തേക്കേ പറയുള്ളൂ. ഈ അജാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മുമ്പ് എങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയാം, ഫ്രണ്ടാണെന്ന് എൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ ശേഷം അവർ ഒത്ത് നടന്നപ്പോഴത്തേക്ക്, അത് അഭിജിത്തുമായിട്ടൊക്കെ നടന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അജാസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇവർ ഇവിടെ ട്രിപ്പ് എന്താ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ 3-4 പേരുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അത് അതിൻ്റെ പേര് വെച്ചപ്പോഴാണ് ഇതേപോലെ പറഞ്ഞത്, ഫ്രണ്ട് കൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവരോടൊപ്പം, അതായത് അഭിജിത്തും ഇന്ദുജയും പോകുന്ന സമയത്ത് അജാസും കൂടെ ഉണ്ടാകുമല്ലോ? അങ്ങനെയല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേര് പറഞ്ഞപ്പോഴാണ് ഇതേപോലെ അജാസിൻ്റെ പേര് ഫ്രണ്ടാണെന്ന് പറഞ്ഞു, അഭിജിത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അറിയാം, അല്ലാണ്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇവരിങ്ങനെ വെച്ച്. അങ്ങനെ അപ്പോൾ ചേച്ചിയുടെ മരണം അത് ദുരൂഹമാണെന്ന് തന്നെയാണോ വിശ്വാസം? അങ്ങനെയാണ്, അതായത് കൊല തന്നെ ചെയ്തതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ കാരണം അവിടെ നമ്മൾ അറിഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ ജനലിൽ തൂങ്ങി നിന്നാണ് പറഞ്ഞത്. അതായത് ഒരു 4-5 അടി പൊക്കമുള്ള ജനൽ, അതിൽ തൂങ്ങി നിന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് ഉച്ചയ്ക്ക് അഭിജിത്ത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം ഇതേപോലെ കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് നമ്മൾ വിളിച്ചറിയിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ കാണുമ്പോഴത്തേക്ക് നേരെ പോലീസിലല്ലേ അറിയിക്കേണ്ടത്, അത് അവർ അറിയിച്ചിട്ടുമില്ല. എന്നിട്ട് അതായത് നമ്മൾ അങ്ങ് പോയി കണ്ടതുമില്ല, പോലീസും കണ്ടിട്ടൊന്നുമില്ല. അത് അവിടെ അങ്ങനെ ആ ദൃശ്യം, അതിൽ നല്ല സംശയമുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴേ. ഇത് നേരെ എന്നിട്ട് ഓട്ടോറിക്ഷയിലാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞ് ഒക്കെ സത്യമാണ്. അതിലൊക്കെ നല്ല സംശയമുണ്ട്. ഇങ്ങനെ വീട്ടിൽ ഈ ബോഡി നിങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ സംസ്കരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അഭിജിത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? ഇല്ലല്ല, അവിടെയൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു കള്ളത്തരം അവരെ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ബോഡി കൊണ്ട് ഇവിടെ വന്നിട്ട് വീട്ടുകാരും ഇവിടെ എത്തിയിട്ടില്ല. അവിടെ ഹോസ്പിറ്റലിൽ പോലെ തന്നെ ആരും വന്നിട്ടൊന്നുമില്ല. എൻ്റെ ചെറുമകളാണ്. ഇങ്ങനെ മരണപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പോലീസുമായിട്ട് എല്ലാ വിവരങ്ങളും അവർ തിരക്കിയെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ കക്ഷി അറിയുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഈ അജാസ് എന്ന് പറയുന്ന കക്ഷിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ഒരു നിഗമനം, ഇവർ 2 പേരും കൂടെ ഈ കുട്ടിയെ നശിപ്പിച്ചെന്നുള്ളതാണ് ഞങ്ങളെ ഒരു നിഗമനം. ഇതിനൊരു നീതി സർക്കാരിൽ നിന്നും നമുക്കൊരു അന്തിമ തീരുമാനമുള്ള നീതി കിട്ടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇനി ഒരു കുഞ്ഞുകുട്ടിക്കും ഇതൊരു പറ്റരുത്. ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൽ ഒരു ശ്രദ്ധ വേണമെന്ന് അപേക്ഷിക്കുകയാണ്. അഭിജിത്തിൻ്റെ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ ഭാഗവും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ആഗസ്റ്റ് 6-ാം തീയതിയാണ് പെൺകുട്ടി രാത്രി, ഞാൻ പറഞ്ഞല്ലോ അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകാൻ പോയപ്പോൾ മകൻ ഇങ്ങോട്ട് വന്നു. ഞാനും എൻ്റെ മകനും ആ വന്ന പെൺകുട്ടിയുടെ മാമൻ്റെ വീട്ടിലാണ് പോയത്. ഞങ്ങൾ വണ്ടി കയറി കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് മകൻ പറഞ്ഞു, അമ്മ അജാസ് ബസ്സിൽ വരുന്നുണ്ട്, അവനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അഭിജിത്ത് പറഞ്ഞു. അപ്പം ഞങ്ങളിതാ ഇത്ര ഭാഗമേ എത്തിയുള്ളൂ, ഈ വീട്ടിൽ നിന്ന് ഇത്ര ഭാഗമേ എത്തിയുള്ളൂ. അപ്പോൾ വണ്ടി നിർത്തി അജാസ് ഞങ്ങളെ കൂടെ വന്നു. അവരെ വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവരെ വീട്ടിൽ ചെന്ന് ഈ പെൺകുട്ടിയുടെ മാമനുമായിട്ടും അമ്മയായിട്ടും അപ്പൂപ്പന് സുഖമില്ലാത്ത ആളാണ്, അവരുമായിട്ട് സംസാരിച്ചു. എൻ്റെ മകൻ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, അപ്പോൾ ഇത് ഒരു വിവാഹമായിട്ട് എനിക്ക് നടത്തി തരണം. എനിക്ക് എൻ്റെ എൻ്റെ ഓഫീസിലുള്ളവർ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ച് ഭംഗിയായിട്ടൊരു കല്യാണമായിട്ട് നടത്തിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കൊച്ചിനെ ഇവിടെ നിർത്തുക. അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു.
ഈ ഞായറാഴ്ച ഇടുന്ന എൻ്റെ ബന്ധുക്കളും നിങ്ങളെ ബന്ധുക്കളെയും ക്ഷണിച്ച് നമുക്കൊരു വാക്കുറപ്പിച്ച് നടത്തിയിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്താം. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി തന്നാൽ മതി, ബാക്കി കാര്യം. ഞങ്ങളൊരു 1.5 മണിക്കൂറോളം ആ വീട്ടിൽ വെയിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ പേരും പറഞ്ഞ് നിങ്ങളിൽ ആരും എൻ്റെ വീട്ടിൽ ഇനി വരാൻ പാടില്ല. പിറ്റേ ദിവസം ഞാൻ പാലോട് പോയി പെൺകുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്കാർക്കും ഇതിനൊരു താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ലെന്നാണ് താല്പര്യമില്ല. അത് അവർക്കേ അറിയാവുള്ളൂ. ഞാൻ നേരിട്ടല്ല സംസാരിച്ചത്, ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് സംസാരിച്ചത്. അപ്പോഴും ആ പെൺകുട്ടിയുടെ അച്ഛൻ താല്പര്യമില്ലാത്ത രീതിയിൽ എന്നോടല്ല, ആ പൊതുപ്രവർത്തകനോടാണ് സംസാരിച്ചത്. തിരിച്ചു വന്ന് ആ പെൺകുട്ടിയുടെ 4 ദിവസം ഉണ്ടായിരുന്നു. 4ൻ്റെ അന്നാണ് അമ്പലത്തിൽ വെച്ച് എൻ്റെ ചെലവിൽ താലി കെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിനുശേഷം ഈ മരുമകളുമായിട്ട് അമ്മ എപ്പോഴെങ്കിലും അവർ ഒരു സ്വരച്ചേർച്ചയുടെ വിഷയമേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ മകനോടും ആ പെൺകുട്ടിയോടും 1 മാസത്തോളം ഞാൻ ഒന്നും സംസാരിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും മാനസികമായ വിഷമമുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അല്ലാതെ ആ പെൺകുട്ടിയോട് ഇഷ്ടക്കേടോ മറ്റു യാതൊരിതും ഇല്ലായിരുന്നു. അത് 1 മാസം വരെ ജോലിക്ക് പോയില്ല. MDC അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു ലാബിലാണ് കൊച്ചു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ വിവാഹത്തോടു കൂടി ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്ന ത്രിവേണി ഹോസ്പിറ്റലിൽ പോകുന്നത്. അത് 7 മണിക്ക് ഇവിടുന്ന് പോകും, രാത്രി 8-9 മണിയൊക്കെ ആകുമ്പം വരും. അപ്പോൾ അന്ന് ഉച്ചഭക്ഷണമൊന്നും കൊണ്ടുപോകില്ല. വൈകിട്ട് വന്ന് ആഹാരം കഴിക്കും, അടുക്കളയിൽ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കും, മാലുവെല്ലാം ചെയ്യും, ഉറങ്ങും, രാവിലെ പോകും. ഇതായിരുന്നു പതിവ്. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആഹാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് 7 മണിക്ക് വരുമ്പം ഞാൻ ആഹാരം പാകം ചെയ്യും. കാപ്പിയാണെങ്കിൽ കാപ്പി, ചോറും കറിയും റെഡിയാവുകയാണെങ്കിൽ അത് സംഭവ ദിവസം ഇവര് തമ്മിൽ അങ്ങനെ ഇവിടെ വഴക്കോ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഭാര്യ ഭർത്താവും തമ്മിൽ ഞങ്ങളുടെ അറിവിലില്ല. അഭിജിത്തില്ലായിരുന്നു. ഇപ്പം വെള്ളിയാഴ്ച ഞാൻ ലീവായിരുന്നു ഹോസ്പിറ്റലിൽ പോവാൻ. ഞാൻ രാവിലെ 7:45 എനിക്ക് 9:30 ഉണ്ണിത്ത ഡോക്ടർ അപ്പോയിൻമെന്റ് എടുത്തിരുന്നത്. 7:45 ഒരുങ്ങിയിറങ്ങിയപ്പം മകനും ഒരുങ്ങിയിറങ്ങി. അപ്പം മകൻ്റെ ഞാൻ പറഞ്ഞു എന്നെ നെടുമങ്ങാടാക്കെന്ന് പറഞ്ഞപ്പം പറഞ്ഞു അമ്മ ഞാൻ അരിനാട് വണ്ടി എടുക്കാൻ പോവുകയാണ്. അമ്മ അവളിന്ന് പോകും. അപ്പോഴാണ് അവൾ പോകുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ ചോറും കറിയും എല്ലാം 5 മണിക്ക് കഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇരുന്നത്. അപ്പോൾ പറഞ്ഞു അവളിന്ന് പോകുന്നില്ല, അമ്മ അവളെ കൂടെ വിളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. മണി 8 ആവാൻ പോണ്, ഇനി അവൾ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് താമസിക്കും, ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ബസ്സിനാണ് പോയത്. 9:15 9:20 ഞാൻ ഡോക്ടറെ അടുത്ത് എത്തി. 10 മണിക്ക് ഞാൻ ഡോക്ടറെ കണ്ടിറങ്ങിയിട്ട് ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് പോയത്. 1 മണി വരെ ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. 1 മണി കഴിഞ്ഞ് അവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. 1:30 മണിക്ക് ഞാൻ തമ്പാനൂരെത്തി. അവിടുന്ന് പാലോട് മടത്തറ ബസ്സിൽ കയറി ചുള്ളിമാനൂർ ടിക്കറ്റ് എടുത്തു. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ചുള്ളിമാനൂർ ടിക്കറ്റ് എടുത്ത്. ഞാനൊരു കരകുളം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് ഒരു ഫോൺ കോൾ വന്നത്. അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എൻ്റെ അമ്മയുടെ കയ്യിൽ ഫോണില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ മോനാണ് വിളിച്ചത്. അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഫോണില്ല, ഇവിടെ അമ്മ മാത്രമേ, അമ്മ ഈ കൊച്ചേ ഉള്ളൂ ഞാൻ പോയപ്പോഴത്തേക്ക്. അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പം ആരെയും നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പം നോക്കിയപ്പോൾ പരിസരത്തുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ചേക്കുന്നു. വിളിച്ച ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചി വീട്ടിലൊരു സംഭവം ഉണ്ടായി, ആ പെൺകുച്ച് എന്തോ ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ആകെ ഇതായി. അങ്ങനെ അതിന് അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ വീട്ടിനടുത്ത് 4 കുഴിയുള്ള ഒരു പെങ്കൊച്ച് എൻ്റെ കൂടെ ബസ്സിലുണ്ട്, അത് എന്നെ അറിയാമെന്നുള്ളത്. ഞങ്ങൾ 2 കൂടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ കുട്ടിയെ മോർച്ചറിയിലോട്ട് മാറ്റാനുള്ള ആംബുലൻസിൽ കിടത്തിയിരിക്കുന്നു. അപ്പോഴും ഈ അജാസ് അവിടെ പ്രസൻ്റാണ്. അജാസ് അവിടെ ഉണ്ട്, ഹോസ്പിറ്റലിലുണ്ട്. അപ്പം അവിടെ മോൻ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മോനെയും കൊണ്ട് നേരെ പാലോട് പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അഭിജിത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്തത്. അവൻ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഈ അജാസ് പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അഭിജിത്ത് പറഞ്ഞത് അജാസ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അതെന്താണ്, അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അറിയില്ല. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അജാസിന് മാത്രമേ അറിയാവൂ. അപ്പോൾ അജാസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊച്ചിന് മാനസികമായിട്ട് എന്തോ വിഷയമുണ്ട്, സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന പാടുണ്ടെന്നാണ് അന്ന് പാലോട് ഞാൻ ചോദിച്ചു അജാസ് എന്തുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചില്ല, എന്നോട് പറയാത്തത് എന്ന് ചോദിച്ചു. അത് ഞാൻ അവൻ്റെ അപ്പം ഈ പെൺകുട്ടിയുടെ വിവരം ഇത്രയ്ക്ക് ആ പയ്യൻ പറയണമെങ്കിൽ അതെ, അതാണ് ചോദ്യം.
അതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യൂല, അവളെ ഉപദ്രവിക്കൂല, ആരെയും അവൻ ഉപദ്രവിക്കാനുള്ള അങ്ങനെ സ്വഭാവമുള്ളവനല്ല. പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇന്ദുജയുടെ കുടുംബവും തൃപ്തരാണ്. ഇന്ദുജയുടെ ആത്മാവിനും ഈ കുടുംബത്തിനും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ടീം DNA ന്യൂസ്.